നമസ്കാരം. എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ഫ്രാഗ്രൻസ് ആണ്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എടുത്തതാണ്. ആർമാഫിൻ്റെ ക്ലബ് ഡി ന്യൂ ഇൻറ്റൻസ് മാൻ. ഇത് എല്ലാവർക്കും അറിയാം, ക്രീഡ് അവെൻറ്റസിൻ്റെ ഒരു കോപ്പിയാണ്. പിന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ C4 എലിസബത്ത് എന്ന് പറയും. വളരെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. സെർജോ ഫെർബാപ്പിറോയ ആയിട്ട് നല്ല രീതിയിൽ സിമിലാരിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ക്ലോൺ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല പെർഫോമൻസും ഉണ്ട്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സമയം കളയാതെ. ക്ലബ് ഡി ന്യൂ ഇൻറ്റൻസ് മാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പലവിധ സവിശേഷതകളും അറിയാം. ഒരുപാട് പേര് അടിക്കുന്നുണ്ട്, ഇപ്പോഴും വാങ്ങുന്നുണ്ട്. കാരണം ഈ ഫ്രാഗ്രൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഈ റെഗുലേഷൻ അതോറിറ്റിയുടെ എന്തോ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് ക്രീഡ് അവരുടെ ഫ്രാഗ്രൻസസ് സ്ഥിരമായി റീഫോർമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രീഡ് അവെൻറ്റസിൻ്റെ ആ ഒരു ആനുകാലിക പ്രസക്തി നഷ്ടപ്പെട്ടപ്പം അർമാഫ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇത് ക്ലോൺ ഇറക്കി. ഇതൊരു ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയത്ത്. ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് ക്ലോൺസ് എന്ന് വേണേൽ പറയാം ക്രീഡ് അവെൻറ്റസിൻ്റെ. അതും നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ്, നല്ല ലോഞ്ചിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഇതിന് അതേ പെർഫോമൻസും ലോഞ്ചിവിറ്റിയും, ഇതെൻ്റെത് പഴയ ബാച്ച അപ്പം ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ ആ പ്രൊഫൈൽ തന്നെ ആദ്യം നോക്കിയേക്കാം. അപ്പോൾ ക്യാപ്പും ബോട്ടിലും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു ചെങ്ങലയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സംഗതിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ രത്നങ്ങളും വൈഡൂര്യങ്ങളും വൈരങ്ങളും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അർമാഫ്. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ബോട്ടിലാണ്. അങ്ങനെ ഞാൻ കുറ്റമൊന്നും പറയുന്നൊന്നുമില്ല, നല്ല ബോട്ടിലൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് സ്മോക്കി സിട്രസസ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. പിന്നെ ഐസോയി സൂപ്പർ, ക്രീഡിൻ്റെ ഒരു ട്രേഡ് മാർക്കായ മസ്ക്, ഐസോയി സൂപ്പർ, ഹിഡിയോൺ, ലിലി ഓഫ് ദ വാലി, ഡയർട്ടി സ്മോക്കി സിട്രസ്, പൈനാപ്പിൾ ഓപ്പണിങ്, ഈ സാധനങ്ങളെല്ലാം അർമാഫിനും ഉണ്ട്. അർമാഫിൻ്റെ പ്രത്യേകത എന്താണ്? സിട്രസസ് ഒരല്പം മോളിൽ നിൽക്കും പൈനാപ്പിളിനേക്കാൾ. അത് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ വെസ്റ്റേൺ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഈ ഓപ്പണിങ് ഭയങ്കര ഹാർഷായിട്ട് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് മലയാളികൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടത്തേ ഉള്ളൂ, അത്രയും നല്ല ഹാർഷ് വേണം. അപ്പോൾ അത് ഫ്രഞ്ച് പെർഫ്യൂമറിയുടെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ്. അവർ ഒരുപാട് ഹാർഷ് ഓപ്പണിങ്സ് ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷേ എനിക്കിത് കുഴപ്പമായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. നല്ല ഒരു സ്മോക്കി സിട്രസി സ്മെൽ ആദ്യം വരും. കൂടെ ബാക്കിൽ പൈനാപ്പിളിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. പ്ലസ് ഇതിൻ്റെ പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ട്. ഒറിജിനൽ ക്രീഡിനെ വള്ളപ്പാട് അകലെയിട്ട് പൊട്ടിക്കുവൻ പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റിയിലും എല്ലാം. ക്രീഡിനോട് സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു 80 to 85% സിമിലാരിറ്റി ഇതിനുണ്ടെന്ന് ഞാൻ പറയും. പിന്നെ ഇപ്പോഴിതിൻ്റെ അവസ്ഥ എന്താണ്? അർമാഫ് ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങി, ലിമിറ്റഡ് എഡിഷൻ, ലിമിറ്റഡ് അല്ലാത്ത എഡിഷൻ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പ്രിഷ്യസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ചോട് പിടിച്ചങ്ങ് ഇറക്കി. അസംഖ്യം ക്ലബ് ഡി ന്യൂ ഇൻറ്റൻസ് മാനുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സെയിം പെർഫോമൻസും ലോഞ്ചിവിറ്റിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലിമിറ്റഡ് എഡിഷനിലേക്ക് പോകണം. ക്ലബ് ഡി ന്യൂ ഇൻറ്റൻസ് മാൻ ലിമിറ്റഡ് എഡിഷനാണ് ഇപ്പോൾ ഒറിജിനൽ ക്ലബ് ഡി ന്യൂ ഇൻറ്റൻസ് മാനെ പോലെ പെർഫോം ചെയ്യുന്നത്. അവന്മാരത് ടോൺ ഡൗൺ ചെയ്യുന്നത് എന്തോ മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു പുതിയ സാധനം ഇറക്കി കഴിയുമ്പം പഴയതിന് ടോൺ ഡൗൺ ചെയ്യുന്നതായിരിക്കാം, എനിക്കറിയത്തില്ല. അതിന് ഇച്ചിരി വില കൂടുതലുണ്ട്, അറൗണ്ട് 5000 ആ രീതിയിലാവും. പക്ഷേ വർത്താണ് ക്ലബ് ഡി ന്യൂ ലിമിറ്റഡ് എഡിഷൻ വർത്താൻ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതെല്ലാം കൂടെ വാങ്ങിച്ച് കയ്യിൽ വെച്ചില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഓൾറെഡി ഓർമ്മയുണ്ട്, ഞാനൊരു ഫ്രാഗ്രൻസ് കളക്ടർ എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കാരണം ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കൈ വെച്ചിട്ട് കാര്യമില്ല. വെറുതെ പൈസ കളയണ്ടല്ലോ എല്ലാത്തിനും കൂടെ. ഇത് അത്യാവശ്യം എനിക്ക് പെർഫോം ചെയ്ത് കിട്ടുന്നുമുണ്ട്. പിന്നെ അവൻറ്റസ് ഇത്ര ഫേമസ് ആകാൻ അന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്നൊരു എന്താ ലിനിയൽ മസ്കോ അങ്ങനെ എങ്ങാണ്ടൊരു മസ്ക് ആ ഇടയ്ക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പെർഫ്യൂമറിലേക്ക് അത് വരുന്നതേ ഉള്ളായിരുന്നു. അവൻറ്റസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം എടുത്തിട്ട് ഈ ഹിഡിയോൺ, ഐസോയി സൂപ്പർ, ലിലി ഓഫ് ദ വാലി, ഈ പറഞ്ഞ പോലത്തെ ആ മസ്ക് കോമ്പിനേഷൻ നല്ല രീതിയിൽ റൗണ്ടപ്പ് ചെയ്ത് ടോൺ ചെയ്തെടുത്തിട്ട് അവളെ ആ ഒരു ക്രിയേഷൻ ഉണ്ടാക്കിപ്പോയി കഴിഞ്ഞപ്പോൾ അത് ആ മസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ട് നിങ്ങൾ സ്മെല്ല് ചെയ്യും.
ആ ഒരു ക്ലീൻലിനെസ് ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആ മസ്കിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അത് പെർഫ്യൂമറിയുടെ ഇതാണ്, ഇൻ ഡീറ്റെയിൽ കാര്യങ്ങളാണ്, അതിൽ വലിയ കാര്യമില്ല. എനിക്ക് 1-2 പെർഫ്യൂമേഴ്സിനെയൊക്കെ അറിയാം, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അല്ലാതെ എനിക്കത് സ്മെല്ല് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമുള്ള കഴിവൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് അന്ന് ക്രീഡ് ഫേമസ് ആയത്. അർമാഫ് സെയിം ലൈൻ മസ്ക് എടുത്തു. ഈ സാധനങ്ങളൊക്കെ അതായത് ക്രീഡിന് ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ വേണേൽ അർമാഫ് സോൾവ് ചെയ്തെന്ന് വേണേൽ പറയാമെന്ന്. അതുപോലെ നല്ല സാധനം ഇത്. ഇതിൻ്റെ ആ ഹാർഷ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റൈസ് ആൻഡ് പോപ്പുലേഷൻ ഇത് പ്രശ്നമല്ല. അത് 1-2 മദാമ്മമാർ സാഹിബ്മാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ UK വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മദാമ്മമാർ സാഹിബ്മാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഹാർഷ് ഓപ്പണിംഗ് ആണ്, പക്ഷെ അടിപൊളിയാണെന്ന്. അപ്പം അത് അപ്പോഴൊക്കെ അന്ന് കാട്ടുതീ പോലെ പറഞ്ഞ ഒരു സാധനം ഇത്. ഇഷ്ടംപോലെ അസംഖ്യം ബോട്ടിൽസ് സെയിലായിപ്പോയി. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് വേണമെങ്കിൽ ക്ലബ് ഡി ന്യൂ ഇന്ത്യൻസ് ലിമിറ്റഡ് എഡിഷൻ എടുക്കണം കേട്ടോ. ലിമിറ്റഡ് എഡിഷൻ കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് 6 hours ലോഞ്ചിവിറ്റി. 6 hours നല്ല രീതിയിൽ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. പ്രൊജക്ഷൻ 4-5 മണിക്കൂർ എന്തായാലും കുറച്ച് കൂടുതൽ സ്പ്രേ ചെയ്താൽ നിൽക്കും. മിനിമം 2 hours എന്തായാലും നല്ല ഹാർഷ് കണ്ടീഷൻ ആണെങ്കിൽ പോലും പ്രൊജക്ഷൻ ഉണ്ട് ഇതിന്. പിന്നെ ഷട്ടിലൊക്കെ അടുത്ത ദിവസം വരെ സ്മെല്ല് നിൽക്കുന്ന ഒരു സാധനം തന്നെയാണിത്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ളൊരു സാധനം ഇത് കേട്ടോ. അതാണ് അർമാഫ്. കുഴപ്പമില്ല, വർത്താണ്, നിങ്ങളത് വാങ്ങിക്കണം. ഇപ്പോഴത്തെ ഇത് അത്ര പോരാ, ഇതിൻ്റെ പെർഫോമൻസ് ടോൺ ഡൗൺ ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങളത് വാങ്ങിക്കുക. അടുത്ത ഫ്രാഗ്രൻസ് C4 എലിസബത്ത്. C4 എലിസബത്തിൻ്റെ കമ്പനിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ മലപ്പുറത്തുള്ള ഒരാളുടെ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെയാണ് ഇപ്പം മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നും എനിക്ക് തരാനായിട്ട് ഒരു വഴിയില്ല നിങ്ങൾക്ക്. പക്ഷേ ഇത് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ്. ഈ C4 എലിസബത്ത് ഈ ലോക്കൽ പെർഫ്യൂം ഷോപ്പിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇത് എർബ പ്യൂറയുടെ ക്ലോണാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ആ എർബ പ്യൂറയുടെ പോലെ തന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് സ്മെല്ലാണ് ഈ മേളിലേക്ക് വരുന്നത്. ഇത് മേളിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് നോട്ട്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടോപ്പ് നോട്ട്സ് ഒക്കെ കണ്ടോ. ഓറഞ്ച്, ബെർഗമോട്ട്, ലെമൺ, ഒരു മൈൽഡ് സിട്രസി സ്മെല്ലുണ്ട് മേളിൽ, അത്രേ ഉള്ളൂ. മിഡിൽ നോട്ട്സ് ഫ്രൂട്ട്സ്, സെയിം എർബ പ്യൂറയുടെ മിഡിൽ നോട്ട് തന്നെ ഫ്രൂട്ട്സ്. വൈറ്റ് മസ്ക്, അംബർ, മഡഗാസ്കർ, വനില, അതാണ് ബേസിൽ. നല്ല ക്ലീൻ മസ്കാണ്, നല്ല ക്ലീൻ റേഡിയൻറ്റ് മസ്കാണ് ഇതിനകത്തുള്ളത് കേട്ടോ. നല്ല പ്രൊജക്ഷൻ ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ലോഞ്ചിവിറ്റി 6 to 8 hours കിട്ടുന്നുണ്ട്. അൽഹർമെയിൻ അംബറൂദ് ഗോൾഡ് എഡിഷൻ ഉണ്ടായിരുന്നു. അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും അല്പം കൂടെ പെർഫോമൻസ് ഉണ്ട്. അറൗണ്ട് 3000 to 4000 ഇൻ ബിറ്റ്വീൻ. അതാണ് 3500 മറ്റേ ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു 9 to 10 monthsോളമായി ഞാൻ വാങ്ങിച്ചിട്ടിത് കേട്ടോ. കഴിഞ്ഞ സെപ്റ്റംബർ അല്ലല്ലോ 2023 സെപ്റ്റംബറിൽ വാങ്ങിച്ച കേട്ടോ ഞാനിത്. അപ്പം 1.5 വർഷത്തോളം ആകാറായി. സോറി, 1.5 വർഷത്തോളം ആകാറായി. അപ്പം എനിക്കൊരു ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ഓർത്തിരിപ്പുണ്ട്, അന്ന് വാങ്ങിച്ചത്. ഇതിപ്പം ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇത് പറഞ്ഞിരിക്കാതെ നല്ലൊരു പ്രൊഫൈലിന് നല്ല സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ എർബ പ്യൂറയായിട്ട്. നല്ല സിമിലാരിറ്റി ഉണ്ട്, നല്ല പ്രൊജക്ഷനാണ്, നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോട്ടീസ് ചെയ്യും. ബിഗ് കോംപ്ലിമെൻറ്റ് പുള്ളറാണ്. ഇപ്പം നമ്മുടെ ഒരു മാർക്കോയിലെ വില്ലൻ സെർജോ എർബ പ്യൂറ അടിച്ചു. അപ്പം കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ മണത്ത് കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ ഒക്കെ അങ്ങനെ, ഞാൻ സ്പോയിലറൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നാണ് അതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം സെർജോ എർബ പ്യൂറയ്ക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പറയുന്നുണ്ട്, ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുപോലെ മണക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചടിച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ മണക്കും. ഒറിജിനൽ എർബ പ്യൂറയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1-2 വീഡിയോ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. എർബ പ്യൂറയുടെ ഒറിജിനൽ റിവ്യൂ കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓൾ ഇയർ അറൗണ്ട് ആണ്. എനി ഒക്കേഷൻസ്, എനി ടൈം ഓഫ് ദ ഇയർ നിങ്ങൾക്ക് വെയർ ചെയ്യാം. യൂണിസെക്സ്, പെർഫെക്റ്റ്ലി യൂണിസെക്സ് ആണ്.
ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം വിയർ ചെയ്യാം. സ്ലൈറ്റ്ലി ഫെമിനൈൻ ലീനിങ് ആണ്. പിന്നെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മരണത്തിന്റെ മണമൊന്നും അതിനില്ല. അതൊരു പാവപ്പെട്ട ഫ്രൂട്ടി പെർഫ്യൂമാണ്. അത് എർബ പ്യൂർ അടിച്ചത് കാരണം എനിക്ക് ആ വില്ലൻ ഒരല്പം ഡൈല്യൂട്ടായി പോയി. കാരണം അദ്ദേഹത്തെ കാണുമ്പോഴല്ലേ എനിക്ക് എർബ പ്യൂറയുടെ മണം ഇങ്ങനെ മനസ്സിലേക്ക് വന്നോണ്ടിരുന്നു. അപ്പോൾ അങ്ങേര് കാണിക്കുന്നതൊക്കെ നല്ല ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം അടിച്ചൊരു വില്ലൻ. ഓക്കെ, കുഴപ്പമില്ല, ചെയ്യാം, പ്രശ്നമില്ല. പെർഫ്യൂം ആർക്ക് വേണമല്ലോ എപ്പോൾ വേണമല്ലോ അടിക്കാം. അങ്ങനെ അതൊക്കെ നമ്മുടെ ചോയ്സായി എന്ത് അടിക്കണമെന്നുള്ളത്. അല്ലാതെ അതിനിപ്പോൾ ഇന്ന ആൾക്ക് ഇന്നതേ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഏത് വേണമല്ലോ ആർക്ക് വേണമല്ലോ അടിക്കാം. അപ്പം അത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ്. ഞാനിതിപ്പം മറന്നുപോയി. ഈ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ മലയാളി പെർഫ്യൂം സെല്ലേഴ്സ് ഒരുപാടുണ്ട്. അപ്പം അവരുടെ കയ്യിലൊക്കെ ഇത് ഒരുപാടുണ്ട്. C4 എലിസബത്ത്. ഇതിൻ്റെ കമ്പനിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ എഴുതിയിട്ടുമില്ല. ഞാനിത് മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് താഴെ, അല്ലാതെ കമ്പനിയുടെ അസച്ച് പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പം കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അൽഹർമൈൻ അംബറൂദ് ഗോൾഡ് എഡിഷൻ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത്രയും പൈസ കളയാനില്ല, എർബ പ്യൂറോ പോലെ മണക്കണമെങ്കിൽ ലത്താഫ പ്രൈവറ്റ് ഗോൾഡിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടാലും മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അൽഹർമൈൻ ഗോൾഡ് ഇട്ടിട്ടുണ്ട്, ലത്താഫ പ്രൈവറ്റ് ഗോൾഡ് ഇട്ടിട്ടുണ്ട്. ഇത് C4 എലിസബത്ത് ഒറിജിനൽ എർബ പ്യൂറ, ഇതിൻ്റെ എല്ലാം റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. മാർക്കോയിലെ വില്ലനെ പോലെ മണക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്വഭാവം അങ്ങനെ ആകാതിരുന്നാൽ കൊള്ളാം. അപ്പം ശരി, എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ഒക്കെ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, നമസ്കാരം.